ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാ പരിധികളും ലംഘിച്ചെന്ന് സുപ്രീം കോടതി. കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചെന്നാണ് മാധ്യമ വാർത്തകളിൽ കണ്ടതെന്നും സുപ്രീം കോടതിയുടെ പരാമർശം. കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടില്ലെന്നും നിലപാട് മുൻപേ വ്യക്തമാക്കിയതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ ജയശ്രീയുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങളുടെ നിലപാട് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സ്വർണ്ണക്കൊള്ള എല്ലാ പരിധികളും കടന്നതാണെന്നും കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചെന്നാണ് മാധ്യമ വാർത്തകളിൽ കണ്ടതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്വർണ്ണക്കേസിലെ 4ാം പ്രതിയായ എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 2013 മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ കേസിൽ ആർക്കും തങ്ങൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടില്ലെന്നും ജയശ്രീക്കും അത് അനുവദിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഏറ്റവും മികച്ച വൃക്ക ചികിത്സ ജയിലിൽ ഉറപ്പുവരുത്താൻ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പലരും ചികിത്സയ്ക്ക് പോകുന്നത് കേരളത്തിലാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 18-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ജയശ്രീയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും. അതുവരെ കോടതി അറസ്റ്റ് തടഞ്ഞു. ജയശ്രീയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് SITയുടെ ആവശ്യം. ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ജയശ്രീ പ്രവർത്തിച്ചെന്നും SIT സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.